നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗായത്രി എന്തിനാ പാട്ട് നിർത്തിയത്? ബാക്കി കൂടി പാടൂ. പാർവതിയെ അച്ഛമ്മ ഗായത്രി എന്നാണല്ലോ വിളിച്ചത്. നിന്റെ പാട്ട് കേട്ടിട്ട് എത്ര നാളായി. മുഴുവൻ പാടൂ ഗായത്രി. ബ്രോ, പാർവതി അച്ഛമ്മ വിളിച്ചത് കേട്ടില്ലേ? ഗായത്രി എന്ന്. അയ്യോ, അച്ഛമ്മയുടെ കിളി പോയെന്ന് തോന്നുന്നു. അതെ, കിളി പോയതൊന്നും അല്ല. അമ്മയുടെ സെറ്റുമുണ്ടാ ഇപ്പൊ പാർവതി ഉടുത്തിരിക്കുന്നത്. പിന്നെ ഈ പാട്ട് അമ്മ പതിവായി പാടാറുണ്ടായിരുന്നതാ. രണ്ടും കൂടി ആയപ്പോഴേ ഇത് അമ്മയാണെന്ന് അച്ഛമ്മയ്ക്ക് തോന്നിപ്പോയി കാണും. ഓ, അമ്മയുടെ കണ്ണിന് വല്ല സൂക്കേടുണ്ടോ? ഇവളെ കണ്ടിട്ട് ഗായത്രി ചേച്ചിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലേ അമ്മയുടെ കണ്ണിന് എന്തോ സാരമായിട്ടുള്ള തകരാറുണ്ട്. ഗായത്രി ചേച്ചി മഹാലക്ഷ്മി ആയിരുന്നില്ലേ? ചേച്ചിയുടെ 7 അയലത്ത് വരൂ ഈ അടുക്കള പണിക്കാരി. തൊലിവെളുപ്പുണ്ടെന്ന് വെച്ച് സായി പാവില്ലല്ലോ. അച്ഛമ്മേ, ഇത് ഞാനല്ലേ പാർവതി. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല സുശീലേ. തിമിരം ബാധിച്ചതേ നിനക്കും മറ്റുള്ളവർക്കുവാ. ആ പാട്ടും ഈ വേഷവും കണ്ടിട്ട് ഗായത്രി എന്ന് തോന്നിപ്പോയി മോളെ, അത്രേ ഉള്ളൂ. പാർവതിയിൽ ഗായത്രിയമ്മയുടെ ആത്മാവ് കയറിയിട്ടുണ്ടാവും. ഗായത്രിയമ്മയും പാർവതി ഒന്നാണെന്ന് ഗായത്രിയമ്മ തന്നെ അച്ഛമ്മയുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുണ്ടാവും. പാർവതിയായി ഈ വീട്ടിലെ മരുമോളെന്ന് ഗായത്രിയമ്മ പ്രഖ്യാപിച്ചതാ. ഇനിയെങ്കിലും എല്ലാവരും അതൊന്ന് അംഗീകരിക്കുക. അമ്മ, അമ്മ ഒന്നിങ്ങി വന്നേ. ഒന്ന് വാ ഗാർഗി. ഞാൻ പറയുന്നത് വിശ്വാസം ആയില്ലെങ്കിലേ പാർവതി ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. അല്ലേ? നോക്ക് സുശീലാന്റി. സോറി സുശീലാന്റി. നോക്കിയേ, പാർവതി ശരിക്കൊന്ന് നോക്കിയേ. തോന്നിയല്ലോ? പാർവതിയെ കണ്ടിട്ട് രണ്ടാൾക്കും ഗായത്രിയമ്മയായിട്ട് തോന്നിയില്ലേ? എനിക്കും അങ്ങനെ തോന്നിയ. അപ്പൊ ഇവള് ഗായത്രിയെ കാണുന്നുണ്ടെന്ന് പറയുന്നതില് കാര്യമില്ലാതില്ല. ഇനി മുതൽ ഇവളിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ഗാർഗി പറഞ്ഞത് ശരിയാ. മോളെ കാണുമ്പോഴേ ഗായത്രി എവിടെയും പോയിട്ടില്ലെന്ന് തോന്നുവാ. അതെ, ഇത് എന്ന് ഓർത്തു വെക്കാനുള്ള നല്ല മുഹൂർത്തം. അതുകൊണ്ട് ഇവളുടെ കൂടെ എനിക്കൊരു സെൽഫി എടുക്കണം. വാ. ഞാനുണ്ട്. എന്നാ നീയും വാ. സുരഭി അവളുടെ ചേട്ടനും കൂടി തിങ്കളാഴ്ച പോകുന്നുണ്ട്. എന്നോടും കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും കൂടെ പോയിക്കോട്ടെ അമ്മേ. നീ ഇതൊന്ന് എടുത്തേ, ആ പറമ്പിലേക്കൊന്ന് കളഞ്ഞേ. അമ്മ എന്തോ ഒന്നും പറയാത്തത്? സുരഭിയുടെ കൂടെ ഞാനും പോയിക്കോട്ടെ എന്ന്. നീ എടുക്കുന്ന തുണികളുടെ കാശ് സുരഭി കൊടുക്കോ? ഇല്ല, ഞാൻ തന്നെ കൊടുക്കണം. അതിന് നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? എന്റെ കയ്യിൽ എവിടുന്ന? അമ്മ തന്നെ തരണം. ഇന്നലെ രാത്രി അച്ചടിച്ച കുറച്ച് നോട്ടേ മഷി ഉണങ്ങാൻ പുരപ്പുറത്തിട്ടിട്ടുണ്ട്. അതിൽ നിന്നും നീ ഒരു 10,000 എടുത്തോ. നിന്റെ ഒരു ആഗ്രഹമല്ലേ? നീ സാധിച്ചു തന്നില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. ആ 10,000 എടുക്കാവോ? എന്നെ കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കരുത്.
അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. എടി, ചിട്ടി മുടങ്ങിയിട്ട് 3 മാസായി. അതെങ്ങനെ അടയ്ക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ അവളൊരു പുത്തൻ കോടി എടുപ്പ്. തൽക്കാലേ ഉള്ളത് ചുറ്റി നടന്നാ മതി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കുമില്ലേ ആഗ്രഹങ്ങള്? പുത്തൻ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ള മോഹം എനിക്കുണ്ട്. എന്നും ഈ ദാരിദ്ര്യത്തില് കഴിഞ്ഞാ മതിയോ? ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? പട്ടണത്തില് തുണിയിട്ട് നടന്നാല് പൈസ താനേ വരുന്നാണോ നീ പറഞ്ഞു വരുന്നത്? പൈസ അല്ല വരിക, പൈസയുള്ള ചെക്കന്മാരാ വരിക. എന്റെ കൂട്ടുകാരികളൊക്കെ പറയും, പല്ലവി നിന്നെ കാണാൻ എന്ത് ഭംഗിയാടി. നല്ല കാശുള്ള വീട്ടിലെ ചെക്കന്മാര് നിന്നെ കണ്ടാലേ അപ്പൊ തന്നെ കുത്തിക്കൊണ്ട് പോകുന്നു. കാശുള്ള വീട്ടിലെ ചെക്കന്മാർക്കേ ഈ സൗന്ദര്യം മാത്രം പോരാ, നല്ല ഫാഷനും വേണം. നല്ല ഫാഷനുള്ള വസ്ത്രങ്ങളെ പട്ടണത്തിലേ കിട്ടൂ. അതുകൊണ്ടാ ഞാനും കൂടി പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചത്. അമ്മയ്ക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ആ, മുത്തശ്ശൻ വന്നു. നീ മുത്തശ്ശന് കഴിക്കാൻ എടുക്കുമോളെ? വേണ്ട മോളെ, ക്ഷേത്രത്തിൽ ഉത്സവം തീരുമാനിച്ച എനിക്ക് ഒരിക്കൽ ഊണാണെന്ന് അറിയില്ലേ മോളെ. അയ്യോ, ഞാനത് മറന്നു വെച്ചാ. മുത്തശ്ശ, ഉത്സവമായതുകൊണ്ടേ മുത്തശ്ശന് കൊറേ ദക്ഷിണ പണം കിട്ടില്ലേ? അതിൽ നിന്ന് കുറച്ച് പണം എനിക്ക് തരുമോ? മോൾക്ക് എന്തിനാ ഇപ്പൊ പൈസ? അത് പട്ടണത്തിലെ തുണിക്കടയിൽ നിന്നേ കുറച്ച് നല്ല തുണികൾ വാങ്ങാനാ. എന്തിനാ വെറുതെ പൈസ കളയുന്നത്? ഉത്സവമായതുകൊണ്ട് ആൾക്കാര് ദേവിക്ക് പട്ടുസാരി സമർപ്പിക്കും. അതിന്ന് മോള് 2-3 എടുത്തോ. പട്ടുസാരി മാത്രം ആക്കണ്ട, കിരീടം കൂടെ വെക്കാം. എന്നിട്ട് നോക്കി നിൽക്കുന്നവരോട് ഞാനാണ് ഉദയന്നൂർ ദേവി എന്ന് പറയാം. അമ്മയും കണക്കാ, മുത്തശ്ശനും കണക്കാ. കോടീശ്വരി ആവാനുള്ള മോഹം അവൾക്ക് പണ്ടേ ഉള്ളതാ. വിശാലു വന്ന് പാർവതിയെ കെട്ടിയതോടെ ആ മോഹം ഇരട്ടിയായി. ഇപ്പൊ അവൾക്ക് ചേച്ചിയേക്കാൾ വലിയ കാശുകാരിയാവണം. ഓരോരുത്തരുടെ തലയില് ദൈവം ഓരോന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ വരൂ. ശരിക്കുവേ ഗായത്രി ചേച്ചി തന്നെയാണോന്ന് വിശ്വസിച്ചു പോകും. അതേ ശബ്ദമാധുരി, അതേ ആഠ്യത്വം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.